ദിലീപ് ചിത്രമായ ഭബ്ബബ്ബ 18-ാം തീയതി റിലീസിനെത്താൻ പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എണ്ണി പറഞ്ഞ 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പലയിടത്തും ഇപ്പോൾ ബുക്കിംഗ് തുടങ്ങാൻ ആരംഭിക്കുകയാണ്. ഒരുപക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് നിലവിൽ നിൽക്കുന്ന സിനിമകളിൽ 5-ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു സിനിമ ഭബ്ബബ്ബയാണ്. അതൊക്കെ ഒരു ഫാക്റ്റായിട്ട് ഇവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ തിരുവനന്തപുരത്ത് ഒരു KSRTC ബസ്സിൽ പറക്കും തളിക എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നു. ആ സിനിമ പ്രദർശിപ്പിച്ചതിന് ശേഷം ആ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, എഴുന്നേറ്റ് നിന്ന് ഈ സിനിമ നിർത്തണം, ഈ സിനിമ കളിക്കാൻ പറ്റില്ല, അങ്ങനെ എങ്ങാനും നിങ്ങൾ സിനിമ കളിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങും എന്നുള്ള കൃത്യമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ആദ്യം ആ സ്ത്രീ ചെയ്തത് കണ്ടക്ടറോട് സംസാരിച്ചു. കണ്ടക്ടറോട് സംസാരിച്ചതിന് ശേഷം ഇതെങ്ങനെയെങ്കിലും ഈ സിനിമ നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. കണ്ടക്ടർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞു എങ്കിൽ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാമെന്ന് പറഞ്ഞ് കണ്ടക്ടർ വട്ടപ്പാറ എന്ന് പറയുന്ന അടുത്ത സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് കൊടുത്തു എന്നുള്ളതാണ് ആ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും അതിനുശേഷം പിന്നീട് വാക്കുതർക്കം ഉണ്ടാവുന്നു. ഒരു വിഭാഗം ആളുകൾ കേസ് വന്നതാണ്, വിധി വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് സംസാരങ്ങൾ മാറുന്നു. എന്നാൽ നേരെ മറിച്ച് വനിതകൾ വിടുന്നില്ല. അവർ കൃത്യമായ അവരുടെ നിലപാട് പറഞ്ഞ് അവസാനം കണ്ടക്ടർ TV ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഇതുവരെയുള്ള കഥ. അതിനുശേഷം മാധ്യമങ്ങളൊട്ടാകെ തന്നെ ആ സ്ത്രീയുടെ ബൈറ്റ് എടുക്കുകയും കാര്യങ്ങൾ തിരക്കുകയും അവർ കൃത്യമായ അവരുടെ നിലപാട് പറഞ്ഞു. ഈ സമയത്ത് അതിജീവിതയ്ക്കൊപ്പമാണ് നിൽക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ ചിത്രം കാണാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഒരിക്കലും അതുപോലുള്ള ആ നടൻ്റെ സിനിമകൾ കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ചോദ്യവും സംശയങ്ങളും ഇനിയാണ് ആരംഭിക്കുന്നത്. അതായത് ഈ ദിലീപിൻ്റെ സിനിമകൾ ഒരു വലിയ വിഭാഗം ഫാമിലി ഓഡിയൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. 2017 മുതൽ 2025 വരെയുള്ള ദിലീപിൻ്റെ കാലഘട്ടത്തിൽ ദിലീപിന് പോലും അറിയാം തൻ്റെ 95% സിനിമകളോളം പരാജയമായിരുന്നു എന്നുള്ളത്. അതിന് പല പല കാരണങ്ങളുമുണ്ട്. ദിലീപിൻ്റെ സിനിമകളുടെ ഏറ്റവും ലോവസ്റ്റ് ക്വാളിറ്റിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അതൊരു വിഭാഗം. എന്നാൽ അത്യാവശ്യം നല്ല സിനിമകൾ പോലും ദിലീപിൻ്റെ പൾസ് വെച്ചിട്ട് വിജയിപ്പിക്കേണ്ട സിനിമകളായിരുന്നില്ല, അല്ലെങ്കിൽ വിജയിച്ച സിനിമകളായിരുന്നില്ല എന്നുള്ളതും വേറൊരു ഭാഗം നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു ഫാക്ട് റിമെയിൻസ്, അതായത് ഒരു വലിയ വിഭാഗം കുടുംബ പ്രേക്ഷകർ ദിലീപിൽ നിന്നും കൊഴിഞ്ഞു പോയിട്ടുണ്ടത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിനകത്ത് ഒരു തരത്തിലുമുള്ള വെള്ളം ചേർക്കാൻ ഇവിടെ ആരും വരണ്ട. കാരണം 2012 മായാമോഹിനി പോലും ഒരു ചവറ് സിനിമ എന്ന് പോലും സോഷ്യൽ മീഡിയ വിളിക്കപ്പെടുന്ന ആ ഒരു സിനിമ അന്ന് 2012 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമയാണെന്നതും കൂടി നിങ്ങൾ ഓർക്കണം. എന്തോരം ഡയലോഗുകൾ, എന്തോരം ഡബിൾ മീനിങ് ഡയലോഗുകൾ, എന്തോരം ഒബ്സീൻ രംഗങ്ങൾ, എന്തോരം മനുഷ്യൻ ഇപ്പോഴും കണ്ണുപൊത്തുന്ന, കണ്ടാൽ അറപ്പ് തോന്നുന്ന രംഗങ്ങൾ ആ സിനിമയിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇന്നും ആ സിനിമ കണ്ടിരിക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. ആ സിനിമ 2012 മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയ സിനിമയാക്കി മാറ്റണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ദിലീപിൻ്റെ ഫാൻ ബേസ് 2012 എത്രമാത്രമായിരുന്നു എന്നുള്ളത്. അതായത് നിങ്ങൾ ആലോചിച്ചോളും, മായാമോഹിനിയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ പലരും മായാമോഹിനി എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ നിങ്ങൾ ജന്മത്ത് ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, കാരണം അത്രയും വൾഗറായിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ സിനിമ 2012 മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഞെട്ടുമായിരിക്കും. പക്ഷെ അതാണ് റിയാലിറ്റി. അങ്ങനെ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്ന ദിലീപിന് ഇന്ന് അത്രയും ഒന്നും വൾഗാരിറ്റി ഇല്ലെങ്കിൽ പോലും അതൊക്കെ വളരെ ക്രമാതീതമായി കുറച്ച് നിൽക്കുന്ന ഒരു ദിലീപ് സിനിമയ്ക്ക് പോലും ഒരു ഫാമിലി ഓഡിയൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഈ റിയാലിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ചോദ്യം. 2025 ഡിസംബർ 18-ാം തീയതി ഭബ്ബബ്ബ എന്ന സിനിമയുടെ റിലീസാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിൻ്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ സിനിമ. ഒരു പക്ഷേ രാമലീല 2017 എത്രമാത്രം ദിലീപിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ ദിലീപിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നോ അതേ ഇമ്പോർട്ടൻസി ഈ സിനിമയ്ക്കും വേണ്ടിയിട്ട് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി കാര്യത്തിലേക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് വരാം. എങ്ങനെയായിരിക്കും ഭബ്ബബ്ബ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. 2000-കളിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാക്കിയ, ഇന്നും ആളുകൾ റിപ്പീറ്റ് അടിച്ച് TV-യിൽ കാണുന്ന പറക്കും തളിക പോലൊരു സിനിമ ഒരു KSRTC ബസ്സിൽ പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ അത് നിർത്തിവെച്ച പൊതുസമൂഹം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ മുന്നിലേക്കാണ് ദിലീപ് പുതിയൊരു പരീക്ഷണവുമായിട്ട് ഭബ്ബബ്ബ പോലൊരു സിനിമ കൊണ്ടെത്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് എങ്ങനെയായിരിക്കും ആളുകൾ സ്വീകരിക്കുക എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഫാൻസിനെ പറ്റിയല്ല, ആരാധകരുടെ ഷോവിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. ചോദ്യം ചെയ്യുന്നത്, കളക്ഷൻ റിപ്പോർട്ട് നോക്കേണ്ടത്, സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കേണ്ടത്, കുടുംബ പ്രേക്ഷകർ, ഫാമിലി ഓഡിയൻസ് എത്രമാത്രം ഈ സിനിമയെ സ്വീകരിക്കാൻ വേണ്ടി എത്തുമെന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. തർക്കമൊന്നുമില്ല.
സ്വാഭാവികമായും വലിയ ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയാണ്. ഈ ട്രെയിലർ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 20 ലക്ഷവും 30 ലക്ഷവും 40 ലക്ഷവും ഒക്കെ കടന്നുകൊണ്ട് അതിൻ്റെ ട്രെയിലർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു ഇനീഷ്യലി ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വളരെയധികം ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിനിമയാണ്. ആൻറ്റിസിപ്പേഷനൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ആൻറ്റിസിപ്പേഷനും ആദ്യ പ്രദർശനവും അല്ലല്ലോ ഒരു സിനിമ. ആദ്യ പ്രദർശനത്തിന് ശേഷം എങ്ങനെയാണ് ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് ഫാമിലി ഓഡിയൻസിൻ്റെയും യൂത്തിൻ്റെയും കൈകളിലാണ്. അവരെ പിടിച്ചു നിർത്തിയാൽ ഏകദേശം നിങ്ങളൊരു 50% വിജയിച്ചു, അല്ലെങ്കിൽ ഒരു 70% വിജയിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷെ അവരെ പിടിച്ചു നിർത്താൻ നിലവിലത്തെ സാഹചര്യത്തിൽ ദിലീപിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ബസ്സിൽ ദിലീപിന് വേണ്ടി വാദിച്ചവരും ഈ സിനിമ തന്നെ പ്രദർശനം തുടരണമെന്ന് പറഞ്ഞവരും പറഞ്ഞത് ഒരു കാര്യമാണ്, കോടതി വിധി വന്നു, കോടതിയിൽ ദിലീപ് നിരപരാധിയാണെന്നുള്ളതാണ്. അപ്പോൾ മറുവിഭാഗം നിന്ന് സ്ത്രീകൾ പറഞ്ഞത് ഇത് ഏറ്റവും കീഴ്ക്കോടതിയാണ്, ഇനിയും അതിന് മുകളിലും കോടതികളുണ്ട്, കോടതി വിധികളൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്, എത്രയൊക്കെ കണ്ടിട്ടുണ്ട് എന്നതും അവർ പറയുന്നുണ്ട്. അതാണ്, ഇത് അവസാനിക്കുന്നില്ല. കീഴ്ക്കോടതിയാണ്, അതിനുമേലെ ഹൈക്കോടതിയുണ്ട്, അതിനുമേലെ സുപ്രീം കോടതിയുണ്ട്. കഴിഞ്ഞ ദിവസം അതിജീവിത ഒരു പോസ്റ്റ് ഇട്ടത് എങ്ങനെയാണ് കേരള സമൂഹം ആ പോസ്റ്റിനെ സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. എത്രയോ ലൈക്കുകൾ, എത്രയോ റീപോസ്റ്റുകൾ, എത്രയോ റീഷെയറുകൾ. അതിനുശേഷം മഞ്ജു വാര്യർ പ്രതികരിക്കുന്നു, ഇതിനകത്തൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന്. 2017 ഫെബ്രുവരിയിൽ 18 മഞ്ജു വാര്യർ പറഞ്ഞ അതേ വാചകം മഞ്ജു വീണ്ടും ആവർത്തിക്കുന്നു. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നു, അവർ ഇപ്പോഴും പുറത്തു കടക്കുകയാണെന്ന് പറയുന്നു, അവരെ പിടികൂടണമെന്ന് പറയുന്നു. വിധി വന്നതിന് ശേഷം ആദ്യമായി നടൻ പൃഥ്വിരാജ് സുകുമാരൻ ഈ പോസ്റ്റ് റീഷെയർ ചെയ്യുന്നു. എത്രയോ നായികമാർ രംഗത്തെത്തുന്നു. പാർവതി തിരുവോത്ത് മുതൽ അഹാന കൃഷ്ണ വരെ നായികമാരുടെ ഒരു നീണ്ട നിര അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു. കേരള സമൂഹം ഒന്നാകെ കഴിഞ്ഞ ദിവസം ഉണ്ടാകെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എത്രയോ പേരുടെ സ്റ്റോറികൾ, സ്റ്റേറ്റസുകൾ എല്ലാം അവൾക്കൊപ്പം എന്ന രീതിയിൽ പൊതുസമൂഹം മുഴുവൻ അവൾക്കൊപ്പം തന്നെയാണ്. തർക്കമൊന്നും തന്നെ ഇല്ല, നമ്മളെല്ലാവരും അവൾക്കൊപ്പം തന്നെയാണ്. അവിടെയാണ് ചോദ്യം വരുന്നത്. അവൾക്കൊപ്പം നിൽക്കുമ്പോൾ, അവൾക്കൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൽ തന്നെയാണ് നിൽക്കുന്നത് കേരള സമൂഹം എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഈ ദിലീപ് സിനിമയ്ക്ക് ഇങ്ങനൊരു പ്രഹരം വയ്ക്കേണ്ടി വരുന്നത് എന്നതും കൂടി നമ്മൾ ഉറ്റുനോക്കണം. ഇതിനകത്തൊരു ഐറണി എന്ന് പറയുന്നത് പറക്കുംതളിക താമരാക്ഷമ്പിള്ള ബസ്, ആ ബസ്സിനെ പറ്റിയുള്ള കഥയാണല്ലോ. അതേ KSRTC ഒരു ബസ്സിൽ നിന്ന് കണ്ടാണ് ഈ സിനിമ പ്രദർശനം നടത്തുന്നത്. അതേ ബസ്സിൽ വെച്ചാണ് ഈ TV റിമോട്ട് ഓഫ് ചെയ്തതെന്നും കൂടി പറയട്ടെ. അപ്പോൾ അങ്ങനൊരു സാഹചര്യം കൂടി നിൽക്കുന്നുണ്ട്. ദിലീപിൻ്റെ ഒരു വളരെ നിർണായകമായ ഒരു സിനിമയാണ് വരാൻ പോകുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സ്റ്റാർ കാസ്റ്റിനെയും വെച്ചുകൊണ്ട് ഈ സിനിമ ബിൽഡപ്പ് ചെയ്യാനുള്ളൊരു കാരണം. ഈ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചതിൻ്റെ പേരിൽ മോഹൻലാൽ ഇപ്പോഴും സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിൽ പോയി അധിക്ഷേപ കമൻറ്റുകൾ വരുന്നുണ്ട്. ഇതുപോലുള്ളൊരു നടൻ്റെ കൂടെ എന്തിനാണ് അഭിനയിച്ചതെന്നുള്ള സ്വാഭാവികമായ വിമർശനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുമുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള റിയാലിറ്റിയാണ്. അത് അറിയേണ്ടതും അത് തിരുത്തേണ്ടതും എങ്ങനെയാണ് എന്നുള്ളതാണ് വരും നാളുകളിൽ അറിയാൻ പോകുന്നത്. സെപ്റ്റംബർ 28 2017 ഞാൻ നിങ്ങളൊന്ന് 8 വർഷങ്ങൾക്ക് പുറകിലോട്ട് കൊണ്ടുപോവാണ്. രാമലീല എന്ന സിനിമ വരാൻ പോവുകയാണ്. ദിലീപ് ജയിലിലുമാണ്. അപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ക്യാമ്പയിനിങ്ങും ഒക്കെ തന്നെ ദിലീപിൻ്റെ കോലങ്ങൾ കത്തിക്കുന്നത് തൊട്ട് ഈ രാമലീല സിനിമ പ്രദർശിപ്പിക്കുന്നിടത്ത് പോലീസിൻ്റെ വലിയ സന്നാഹം ഉൾപ്പെടെയുള്ളത് കേരളം കണ്ടതാണ്. പക്ഷെ അതിനുശേഷം കണ്ടത് 2017 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയായിട്ട് ടോമിച്ചൻ മുളകുപാടം നിർമ്മിച്ച, സച്ചി എഴുതിയ, അരുൺ ഗോപി എന്ന നവാഗത സംവിധായകൻ സംവിധാനം ചെയ്ത, ദിലീപും കലാഭവൻ ഷാജോണും പ്രയാഗ മാർട്ടിനും രഞ്ജി പണിക്കരും ഉൾപ്പെടെ പ്രധാന വേഷത്തിലെത്തിയ രാമലീല എന്ന സിനിമയെക്കുറിച്ച് തന്നെയാണ്. 2017 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ അതായിട്ട് മാറി. ആ സിനിമ ആളുകൾ സ്വീകരിച്ചു, ആ സിനിമ കുടുംബ പ്രേക്ഷകർ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് മാറിയത്. പക്ഷേ അതിനുശേഷം രാമലീല പോലൊരു മിന്നും വിജയം നേടിയ ഒരൊറ്റ ദിലീപ് സിനിമ പോലുമില്ല. അതുകൊണ്ട് കുടുംബ പ്രേക്ഷകർ ഇപ്പോഴും ദിലീപിനൊപ്പമാണ് എന്ന് പറയാനും കഴിയില്ല. അന്ന് ഈ കേസിൻ്റെ സമയത്ത് ആളിക്കത്തിയത് കാരണമാണ് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നത് എന്നും വേണമെങ്കിൽ കണക്കിലെടുക്കാം. പക്ഷേ അതിനുശേഷം ദിലീപിൻ്റെ ഒരു ആവറേജ് സിനിമ പോലും കുടുംബ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വസ്തുത മറന്നുപോകുന്നു. അവിടെ നിൽക്കുമ്പോഴാണ് വിധി വന്നതിന് ശേഷം ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ട് 18 ബബബ പോലൊരു സിനിമ ഇറങ്ങുന്നത്. വലിയ താരനിര തന്നെയാണ്. മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അശോകൻ, മണിയമ്പിള്ള രാജു, സലീം കുമാർ, റിയാസ് ഖാൻ, ദേവൻ, അങ്ങനെ ഒരു പറ്റം ആർട്ടിസ്റ്റുകൾക്കൊപ്പമാണ് ഈ സിനിമയിൽ ദിലീപും മോഹൻലാലും കൂടി എത്തുന്നത്. പല പല യൂണിവേഴ്സ് ബിൽഡിങ്ങും ഗില്ലി യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വിഭാഗം ഫാൻ ഫോളോയിങ്ങിന് ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുമുണ്ട്. പക്ഷേ കുടുംബ പ്രേക്ഷകർ ഈ സിനിമയെ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും ഒടുവിലത്തെ ഇൻസിഡൻറ്റ് പറക്കുംതളിയും കൂടി എടുത്തിട്ടതിന് ശേഷമാണ് ഞാൻ ഈ കാര്യം തന്നെ വീണ്ടും എടുത്തിടാൻ കാരണവും. അതുകൊണ്ട് കുടുംബ പ്രേക്ഷകർ ഇപ്പോഴും ഈ സിനിമയ്ക്ക് പിന്നാലെയാണെന്ന് വിശ്വസിക്കുന്നില്ല. പലരും ഇപ്പോഴും ഈ സിനിമ കാണാനോ ഇതിൻ്റെ ട്രെയിലർ കാണാനോ പോലും ഇപ്പോഴും മടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ പൊതുസമൂഹത്തോടും ഇറങ്ങി ഈ സിനിമയുടെ ട്രെയിലർ കണ്ടോ ചോദിക്കുമ്പോൾ പോലും കാണാൻ താല്പര്യമില്ല. കാരണം ദിലീപിൻ്റെ ഒരു സിനിമയും ഇനി കാണാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഇഷ്ടം പോലെ ഓഡിയൻസ് ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഒരു അൺക്രിയേറ്റഡ് ബാൻ, ഒരു
ഉണ്ടോ എന്നുള്ളൊരു കാര്യവും കൂടി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബബ്ബയുടെ വിധി എന്നുള്ള ഒരു ചോദ്യവും കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്.